Audio Jungle. Audio Jungle. 25 നടന്ന 10th ലെവൽ പ്രിലിംസിന്റെ സയൻസ് ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രധാനമായിട്ടും ഫിസിക്സ്, കെമിസ്ട്രി ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ക്വസ്റ്റ്യൻ കോഡ് എ ആണ് എടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ കോഡ് എ ആണ്. ചോദ്യത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചോദ്യങ്ങളുടെ നിലവാരം ഒരു 10th ലെവൽ പ്രിലിംസ് എന്നതിനേക്കാൾ അത്യാവശ്യം ഒരു +2 ലെവൽ, ഒരു ഡിഗ്രി ലെവൽ എന്നൊക്കെ വേണമെങ്കിൽ പറയത്തക്ക രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. എളുപ്പമുള്ള ചോദ്യങ്ങൾ വളരെ കുറച്ചായിരുന്നു. അത്യാവശ്യം കെമിസ്ട്രി ഫിസിക്സുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന കുട്ടികൾക്ക്, സയൻസ് ബാച്ചിൽ പഠിച്ച കുട്ടികൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. എങ്കിലും കുറച്ചധികം ടഫാണ്, കുഴപ്പിക്കുന്ന ചോദ്യങ്ങളാണ്. നമുക്ക് ചോദ്യങ്ങളിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം ഒന്ന് വായിച്ച് 71ാമത്തെ ചോദ്യം ഇതാണ് പറയുന്നത്: പ്രോട്ടോണുകളും ന്യൂട്രോണുകളും നിർമ്മിച്ചിരിക്കുന്നത് കോർക്കുകൾ എന്ന കണികകൾ കൊണ്ടാണ്. ഒരു അപ് കോർക്ക് +2/3 ചാർജ് ഉള്ളതും ഒരു ഡൗൺ കോർക്ക് -1/3 ചാർജ് ഉള്ളതുമാണ്. അവിടെ ഇ എന്ന് പറയുന്നത് ഇലക്ട്രോണിന്റെ ചാർജിനെയാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. എങ്കിൽ പ്രോട്ടോൺ ന്യൂട്രോൺ കോർക്ക് സംയോജകത എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള കാര്യം, 71ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. എന്താണ് ഓപ്ഷൻ എ പറയുന്നത്? പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ 2 അപ് കോർക്ക്. പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ 2 അപ് കോർക്ക്. ഞാൻ ഇംഗ്ലീഷിൽ എഴുതുന്നുള്ളൂ. അതേ കണക്കിന് ഒരു ഡൗൺ കോർക്കാണ്. ഒരു ഡൗൺ കോർക്ക്. ഇനി ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ 2 അപ് കോർക്കും 2 ഡൗൺ കോർക്കും. 2 അപ് കോർക്കും 2 ഡൗൺ കോർക്കും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ ഈ കോർക്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാനുള്ള കാര്യം, നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് അറിയാം, ആറ്റങ്ങളുണ്ട്. പദാർത്ഥത്തിന്റെ ഏറ്റവും സ്മാളസ്റ്റ് പാർട്ടിക്കിൾ, ഫണ്ടമെന്റൽ യൂണിറ്റ് എന്ന് പറയുന്ന ആറ്റങ്ങളാണ്. ആ ആറ്റത്തിന് എന്താ ഉണ്ട്? ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിൽ പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. അതിന് ചുറ്റും ആര് റിവോൾവ് ചെയ്യുന്നു? ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നു. എന്താ ചെയ്യുന്നു? ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നു, അല്ലെ? ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഈ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും സ്മാളസ്റ്റ് ആയിട്ടുള്ള പാർട്ടിക്കിളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോർക്കുകൾ എന്ന് പറയുന്നത്. എന്താ പറയും? കോർക്കുകൾ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 6 തരത്തിലുള്ള കോർക്കുകളാണ് ഉള്ളത്. ഒന്ന് അപ് കോർക്ക് ഉണ്ട്, പിന്നെ 2 ചോദ്യത്തിൽ പറഞ്ഞ പോലെ എന്താണ്? ഡൗൺ കോർക്ക് ഉണ്ട്, അപ് കോർക്ക് ഉണ്ട്, ഡൗൺ കോർക്ക് ഉണ്ട്. മൂന്നാമതായിട്ട് സ്ട്രെയിഞ്ച് കോർക്ക് ഉണ്ട്. 4 ചാം കോർക്ക് ഉണ്ട്, സ്ട്രെയിഞ്ച്. ഇതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ ഒരു അത്യാവശ്യം ടൈറ്റ് ക്വസ്റ്റ്യൻ ആണ്. 4 ചാം കോർക്ക് ഉണ്ട്. 5 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ബോട്ടം കോർക്ക്, 6 ടോപ്പ് കോർക്ക്. ബോട്ടം കോർക്ക്, അതേപോലെ തന്നെ എന്താണ്? ടോപ്പ് കോർക്ക്. ഇങ്ങനെ 6 തരത്തിലാണ് പ്രധാനമായിട്ടും ടോർക്കുകൾ ഉണ്ടായിരിക്കുന്നത്, അല്ലെ? ഇപ്പൊ കോർക്കുകളെ സംബന്ധിച്ചാണെങ്കിൽ നമുക്കറിയാം, പ്രോട്ടോണുകളും ന്യൂട്രോണുകളും നിർമ്മിച്ചിരിക്കുന്ന കണികകളാണ്. ഈ ചോദ്യം അത്യാവശ്യം ടൈറ്റ് ആയിരുന്നു. ഇത് എഴുതാൻ അത്യാവശ്യം ഡിഗ്രി ലെവലൊക്കെ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പഠിച്ചവർക്ക് എഴുതാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യമായിരുന്നു. അത്യാവശ്യം ടൈറ്റ് ചോദ്യമായിരുന്നു. ഓപ്ഷൻ ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനി നിങ്ങൾ നോക്കൂ, 72ാമത്തെ ചോദ്യം എന്താ പറയുന്നത്? 72ാമത്തെ ചോദ്യം പറയുന്നു, ഹൈഡ്രജൻ H2O2 ഫ്യൂവൽ സെല്ലിനെ സംബന്ധിച്ചാണ്. H2O2 അല്ലെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയും. ഫ്യൂവൽ സെല്ലിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനോടൊപ്പം ലഭിക്കുന്ന ഉപോൽപ്പന്നം എന്താണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ H2O2 തന്നെയാണ്. ഓപ്ഷൻ സി വാട്ടർ അല്ലെങ്കിൽ ജലമാണ്. ഓപ്ഷൻ ഡി മീഥേൻ ആണ്. ഈ 72ാമത്തെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. എന്താണ്? ജലം എന്നുള്ളതാണ്. എന്താണ്? ജലം എന്നുള്ളതാണ്. H2O2 ഫ്യൂവൽ സെല്ല്. ഈ ഫ്യൂവൽ സെല്ലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഫ്യൂവൽ സെല്ല് ചെയ്യുന്നത്? അതായത് എനർജി ഓഫ് കൺബഷൻ ഓഫ് ഫ്യൂവൽ ആണ്. ഇവിടെ ഉണ്ടാകുന്ന കത്തുന്ന ഫ്യൂവലിന്റെ എനർജിയെ എന്താക്കി മാറ്റുന്നു? ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്നു. ഇവിടെ എന്താ ഉണ്ട്? ഒരു ആനോഡ് ഉണ്ട്. നിങ്ങൾ സയൻസ് പഠിക്കുന്നവർക്ക് അറിയാം, ഒരു കാഥോഡ് ഉണ്ട്. ആനോഡും ഉണ്ട്, കാഥോഡും ഉണ്ട്. ആനോഡായിട്ട് ഹൈഡ്രജനും കാഥോഡായിട്ട് എന്താ പ്രവർത്തിക്കുന്നു? ഓക്സിജനും പ്രവർത്തിക്കുന്നു. ഇതിൽ നമുക്കൊരു ഓവറാൾ റിയാക്ഷൻ എഴുതാം. ഓവറാൾ റിയാക്ഷൻ ഇതൊന്നും നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, മെനക്കെട്ട് പഠിക്കണമെന്നൊന്നും പറയുന്നില്ല.
ഒരുപക്ഷെ ചിലപ്പോൾ അടുത്ത പരീക്ഷകളിൽ വന്നാലോ ഓറൽ റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് 2H2+O2 ഗീവ്സ് എന്താണ് 2H2O. ഇവിടെയാണ് ഈ ഉപോൽപ്പന്നമായിട്ട് എന്ത് കിട്ടും, നമുക്ക് വാട്ടർ കിട്ടുന്നത്. എന്താ കിട്ടുന്നു, വാട്ടർ. അപ്പൊ 72ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എന്താണ്, സി ആണ് 72ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ. ഇനി എന്താണ്, വളരെ നല്ലൊരു ചോദ്യമാണ് പറയുന്നത്. 73 6 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഉപരിതലത്തിലേക്കും അവിടെ നിന്ന് ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക് കൊണ്ടുപോകുന്നു. വസ്തുവിന്റെ മാസിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, 9ാം ക്ലാസ്സിൽ ഫിസിക്സിൽ പഠിക്കുന്നതാണ് മാസും ഭാരവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. മാസ് എന്ന് വെച്ചാൽ എല്ലായ്പ്പോഴും എന്താണ്, എല്ലായിടത്തും സ്ഥിരമാണ്. എന്താണ്, സ്ഥിരമാണ്, അല്ലെങ്കിൽ എന്താ പറയാൻ പറ്റും, കോൺസ്റ്റന്റ് ആണെന്ന് പറയാൻ പറ്റും അല്ലെ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഭാരം മാറും. ഭൂകേന്ദ്രത്തിൽ ഭാരം എന്തായിരിക്കും, mg ആണ്. ഭാരം അല്ലെങ്കിൽ വെയിറ്റ് 0 ആണ്. ഭൂമിയുടെ ഉപരിതലത്തിലുള്ള വെയിറ്റ് നമുക്കറിയാം mg ആണ്. ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഭൂമിയിലുള്ള വെയിറ്റിന്റെ 1/6 ടൈംസ് ആണ് കാണുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അങ്ങനെയാണ് പറയുന്നത്. നമുക്ക് തെറ്റാൻ സാധ്യതയുണ്ട്. ഭൂകേന്ദ്രത്തിൽ 0 എന്ന് തുടങ്ങും. പക്ഷേ ഇവിടുത്തെ ആൻസർ എന്താണ്, മാസ് ആണ് സൂചിപ്പിക്കുന്നത്. ഓപ്ഷൻ എന്താണ്, ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി എന്താണ്, ഓപ്ഷൻ ഡി ആണ് ആൻസർ. എന്താ പറയുന്നത്, എല്ലായിടത്തും എന്താണ്, ഒരേപോലെയാണ്. എല്ലായിടത്തും മാസ് എന്താണ്, കോൺസ്റ്റന്റ് ആണ്. അല്ലെങ്കിൽ എല്ലായിടത്തും ഈ പറഞ്ഞ എന്താണ് 6 kg തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. 73ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിരിക്കുന്നതിൽ എനർജിയുടെ യൂണിറ്റ് അല്ലാത്തത് എന്തെന്നുള്ളതാണ്. നമുക്കറിയാം എനർജി എന്ന് വെച്ചാൽ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് എനർജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഊർജം എന്ന് പറയുന്നത്. ഊർജത്തിന്റെ മെയിൻ SI യൂണിറ്റ് എന്ന് വെച്ചാൽ മെയിൻ യൂണിറ്റ് ആണ്. എന്താണ് ഊർജത്തിന്റെ അല്ലെങ്കിൽ മെയിൻ യൂണിറ്റ് ജൂൾ ആണ്. നമ്മൾ എന്താ പറയാം, ജൂൾ എന്ന് പറയും. ഈ SI സിസ്റ്റത്തിന് മുമ്പായിട്ട് ഒരു സീരിയസ് സിസ്റ്റം ഉണ്ടായിരുന്നു. സീരിയസ് സിസ്റ്റത്തിൽ പറയുന്ന എനർജി അല്ലെങ്കിൽ ഊർജത്തിന്റെ യൂണിറ്റ് എന്താണ്, എർഗ് എന്ന് പറയും. എന്താണ്, എർഗ് എന്ന് പറയും. പിന്നെ നമ്മൾ ഒരു വൈദ്യുതി അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഇലക്ട്രിസിറ്റിയുടെ യൂണിറ്റ് ഉണ്ട്, കിലോ വാട്ട് അവർ എന്ന് പറയും. അതിൽ ഇത് മൂന്നും അല്ലാതെ കൊടുത്തിരിക്കുന്ന ഒരേ ഒരു ഓപ്ഷനാണ്. ആ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി എന്ന് പറഞ്ഞാൽ എന്താണ്, ജൂൾ പെർ സെക്കൻഡ് ആണ്. എന്താണ് ജൂൾ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ, ജൂൾ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പവറിന്റെ യൂണിറ്റ് ആണ്. വാട്ട് അല്ലെങ്കിൽ ജൂൾ പെർ സെക്കൻഡ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇതാണ് നമ്മൾ 74 ചോദ്യങ്ങൾ. ഇനി നമ്മൾ 75ാമത്തെ ചോദ്യത്തിലോട്ട് കടക്കുകയാണ്. ഇത് അത്യാവശ്യം സിമ്പിൾ ചോദ്യമായിരുന്നു. എനർജിയുടെ യൂണിറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത് എന്താണ്, അത്യാവശ്യം ഒരു സിമ്പിൾ ചോദ്യമായിരുന്നു. ഇനി 75ാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ചലനത്തെ സംബന്ധിച്ച ചില പ്രസ്താവനകളാണ്. ഈ ചോദ്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവേഗം 0 ത്വരണവും 0 ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 3 സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതിൽ ഏറ്റവും ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു പ്രവേഗം 0 ത്വരണം എന്ന് വെച്ചാൽ ആക്സിലറേഷൻ ആണ്. ത്വരണം 0 ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം ഈ പറഞ്ഞ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സമപ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന വസ്തുവിന്റെ ത്വരണം 0 സമപ്രവേഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, യൂണിഫോം വെലോസിറ്റി ആണ്. ഒരു വസ്തുവിന്റെ യൂണിഫോം വെലോസിറ്റി എന്ന് വെച്ചാൽ നമുക്കറിയാം ത്വരണത്തിന്റെ ഇക്വേഷൻ v - u/t ആണ്. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ എന്താണ്, 0/t വരും. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കാനുള്ള ഈ സ്റ്റേറ്റ്മെന്റ് പൂർണ്ണമായിട്ടും ശരിയാണ്, ഇത് തെറ്റാണ്. പക്ഷെ മൂന്നാമതൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, നേർരേഖയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന്റെ ദൂരവും സ്ഥാനാന്തര അളവും തുല്യമാണ്, ശരിയായ പ്രവേഗമാണ് എന്നാണ് പറയുന്നത്. അപ്പം ഇതിനകത്തൊരു സംഭവം, ഇത് വേണമെങ്കിൽ ശരിയായിട്ട് എടുക്കാം. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഇപ്പൊ എയിൽ നിന്ന് ബിയിലോട്ടുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് അല്ലെങ്കിൽ നേർരേഖ ദൂരം അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ് എന്ന് പറയാൻ പറ്റും. ആദ്യ സ്ഥാനം മുതൽ അവസാന സ്ഥാനം വരെയുള്ള നേർരേഖയിലുള്ള ദൂരത്തെയാണ് നമ്മൾ എന്ന് പറയുന്നത് സ്ഥാനാന്തരം എന്ന് പറയുന്നത്. ദൂരം എന്ന് പറഞ്ഞാൽ ഒരു വസ്തു സഞ്ചരിച്ച ആകെ ദൂരമാണ്. ഇതാണ് ഒരു വസ്തു സഞ്ചരിച്ച ആകെ ദൂരം. സാധാരണ നമ്മൾ ഇങ്ങനെയുള്ള ഗ്രാഫുകളാണ് നമ്മൾ 8ാം ക്ലാസ്സിലോ 9ലൊക്കെ പഠിക്കുന്നത്. ഇങ്ങനെയുള്ള സംഭവമാണ്. അപ്പം ഈ നേർരേഖ ഡിസ്റ്റൻസിലാണ് വസ്തു സഞ്ചരിച്ചെങ്കിൽ സ്ഥാനാന്തരവും ഈ പറഞ്ഞ കണക്ക് തന്നെ എന്താണ്, ദൂരവും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്തെടുക്കാം, ശരിയായിട്ട് എടുക്കാം. പക്ഷെ നമ്മൾ പ്രൊവിഷണൽ ആൻസർ കീഴിൽ ഓപ്ഷൻ ബി ആണ് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ ബി എന്ന് വെച്ചാൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. കാരണം ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലെ ഒരു പ്രശ്നം, നേർരേഖയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവാണ് എങ്കിൽ, നേർരേഖയിലാണ് ഒരു വസ്തു സഞ്ചരിക്കുന്നതെങ്കിൽ സ്ട്രൈറ്റ് ലൈൻ മോഷൻ
സ്ട്രൈറ്റ് ലൈൻ മോഷൻ മാത്രം ഒരു വസ്തു സഞ്ചരിച്ചു കഴിഞ്ഞാൽ അതിന്റെ സ്ഥാനാന്തരം ദൂരത്തിന് തുല്യമാണെന്ന് പറയാൻ സാധിക്കില്ല. അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ കൊടുക്കണം. ആദ്യ സ്ഥാനത്ത് നിന്നും അവസാന സ്ഥാനം വരെ നേർരേഖയിലാണ് വസ്തു സഞ്ചരിച്ചു എന്നുള്ളത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ എന്തായിട്ട് വരാം? അങ്ങനെ കൊടുത്തായിരുന്നെങ്കിൽ ആൻസർ ഈ പറഞ്ഞ പോലെ ഓപ്ഷൻ സി വരാമായിരുന്നു. എന്തായാലും അത് അറിയില്ല. ഓപ്ഷൻ സി ഇപ്പൊ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് ഡിലീറ്റ് ആകുമെന്ന് അറിയില്ല ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സിയും ഓപ്ഷൻ ബിയും പറയുകയാണ്. കുറച്ചും കൂടെ ഈ ഒരു സംഭവം വന്നെങ്കിൽ ആൻസർ എന്ത് തന്നെ ആയാണ്? ഓപ്ഷൻ സി തന്നെ വന്നാണ്. ഇത് വന്നത് കൊണ്ട് ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. ഏതാണെന്ന് അറിയില്ല. ഏകദേശം ഇതൊന്ന് ഓപ്ഷൻ സിയും ഓപ്ഷൻ ബിയും വരാം. ഇനിഷ്യൽ പോയിന്റ് ഫൈനൽ പോയിന്റും കൂടെ ക്വസ്റ്റ്യനിൽ പ്രതിപാദിച്ചിരുന്നു എങ്കിൽ ഈ പറഞ്ഞ കണക്ക് എന്താണ്? 2ഉം 3ഉം ശരിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതാണ് 75ാമത്തെ ചോദ്യം. ഇനി 75ാമത്തെ അല്ല, ഇത് എത്രാമത്തെ ചോദ്യമായിരുന്നു? 76ാമത്തെ ചോദ്യമാണ്. ഒരു ചോദ്യം സ്കിപ്പ് ആയിട്ട്. ഇത് 76ാമത്തെ ചോദ്യമാണ്. എത്ര ചോദ്യമാണ്? 76ാമത്തെ ചോദ്യമാണ്. ഓക്കെ, ഇനി 75ാമത്തെ ചോദ്യം നമുക്ക് കടക്കാം. എന്താണ് 75ാമത്തെ ചോദ്യം പറയുന്നത്? 75ാമത്തെ ചോദ്യവും ഈ പറയുന്ന കണക്ക് അത്യാവശ്യം ഒരു നല്ല ചോദ്യമാണ്. 75ാമത്തെ ചോദ്യം നമ്മളിപ്പോൾ 75ആണ് ഡിസ്കസ് ചെയ്തത്. 76ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്. 75ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഊഷ്മാവ് അളക്കുന്നതിന് പ്രധാനമായിട്ടും 3 സ്കെയിലുകളാണുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് നമുക്കറിയാം ഫാരൻഹീറ്റ് ആണ് അല്ലേ, ഫാരൻഹീറ്റ് ഉണ്ട്. 2 നമുക്ക് സെൽഷ്യസ് സ്കെയിൽ ഉണ്ട് അല്ലേ, സെൽഷ്യസ് സ്കെയിൽ ഉണ്ട്. 3 എന്താണ്ട്? കെൽവിൻ സ്കെയിൽ ഉണ്ട്. ഇത് നമ്മൾ ഏറ്റവും പ്രാഥമികമായി മനസ്സിലാക്കാനുള്ള കാര്യം ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഊഷ്മാവിന്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട യൂണിറ്റ് കെൽവിനാണ്. അപ്പം ഈ കെൽവിന്റെ ഏറ്റവും താഴ്ന്ന താപനില എന്ന് പറയുന്നത് എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെ. 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് വെച്ചാൽ എന്താണ്? 273.15 ഡിഗ്രി കെൽവിൻ ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ അവിടെ 0 ഡിഗ്രി സെൽഷ്യസ് എന്നൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. സോ നമ്മൾ വീണ്ടും -100 അങ്ങോട്ട് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അവിടെ -273.15 ഡിഗ്രി സെൽഷ്യസ് ഫാരൻഹീറ്റിന്റെ ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. 459.69 -459.69 പിന്നെ തീർച്ചയായിട്ടും 0 ഡിഗ്രി സെൽഷ്യസ് സ്കെയിലാണ്. ആ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി സെൽഷ്യസ് അല്ല, സോറി കെൽവിൻ ആണ്, 0 കെൽവിൻ ആണ്. ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. കാരണം ഫണ്ടമെന്റൽ ബേസ് ആയിട്ടുള്ള SI യൂണിറ്റ് കെൽവിൻ ആണ്. കെൽവിൻ 0 ആകുമ്പോഴാണ് ഏറ്റവും ലോവസ്റ്റ് താപനില എന്ന് പറയുന്നത്. സോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കിട്ടും. ആ 0 ഡിഗ്രിയുടെ ഓപ്ഷൻ തന്നെ 2 ഓപ്ഷൻ ഉണ്ട്. സോ പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് വെച്ചാൽ +273.15 കെൽവിൻ ആണ്. സോ എന്ന് പറയുന്ന നേരത്ത് 0 ഡിഗ്രി കെൽവിൻ എന്ന് പറയുമ്പോൾ എത്ര വരും? -273.15 കെൽവിൻ വരും. അപ്പൊ നമ്മൾ 76 ചോദ്യങ്ങളാണ് ഇതുവരെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് 77ാമത്തെ ചോദ്യത്തിലോട്ടാണ് കടക്കാറുള്ളത്. അത്യാവശ്യം നല്ല ചോദ്യങ്ങളാണ് കേട്ടോ, അത്യാവശ്യം നല്ല ടൈറ്റ് ചോദ്യങ്ങളാണ്, നല്ല ടഫ് ചോദ്യങ്ങളാണ്. 77ാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചോദ്യം പറയുന്നതിന് മുമ്പ് ഞാൻ പറയാം എന്താണ് അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപവർത്തനം അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയും റിഫ്രാക്ഷൻ എന്ന് പറയും. മക്കളെ റിഫ്രാക്ഷൻ അല്ലെങ്കിൽ നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാര്യമാണ്, അല്ലെങ്കിൽ +2 പഠിക്കാനുണ്ട്. അതായത് പ്രകാശ സാന്ദ്രത വ്യത്യാസമുള്ള 2 ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലോട്ട് പ്രകാശം സഞ്ചരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നു? പ്രകാശത്തിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഇതിനെയാണ് നമ്മൾ അപവർത്തനം എന്ന് പറയുന്നത്. ഈ അപവർത്തനം നടക്കണമെങ്കിൽ ഫസ്റ്റ് ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലൈറ്റ് റേ ഷുഡ് ട്രാവൽ ഒബ്ലിക്വലി എന്ന് പറയും. ലൈറ്റ് റേ എന്ത് പറയണം? ഒന്ന് ചരിഞ്ഞ് പ്രവേശിക്കണം, ചരിഞ്ഞ് വേണം ലൈറ്റ് റേ പ്രവേശിക്കാൻ. 2 എന്താണ്? പ്രകാശ സാന്ദ്രത വ്യത്യാസം ഉണ്ടായിരിക്കണം. മാധ്യമങ്ങൾ തമ്മിൽ എന്തായിരിക്കണം? പ്രകാശ സാന്ദ്രത വ്യത്യാസം ഉണ്ടായിരിക്കും. ഇത് ജലമാണെങ്കിൽ എന്തായിരിക്കണം? ഇത് വായു ആയിരിക്കണം. അല്ലെങ്കിൽ ഇത് ജലവുമായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കത്തില്ല? അപവർത്തനം സംഭവിക്കത്തില്ല. അതേ കണക്കിന് നമ്മൾ ഒരു പ്രകാശരശ്മി ഇങ്ങനെ ലംബമായി പതിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അപവർത്തനം സംഭവിക്കത്തില്ല. ആ പ്രകാശരശ്മി അങ്ങനെ തന്നെ പോകും. പിന്നീട് നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു കാര്യമുണ്ട്. എന്താണ് അപവർത്തനാങ്കം? വളരെ അല്ലേ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ അപവർത്തനാങ്കം എന്ന് പറയും. ഈ അപവർത്തനാങ്കത്തിന് പല തരത്തിലുള്ള ഇക്വേഷൻ ഉണ്ട്. അപവർത്തനാങ്കം അല്ലെങ്കിൽ നമ്മളതിനെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയാം അല്ലെ. നമുക്ക് സ്നെൽസ് ലോ അനുസരിച്ചാണെങ്കിൽ sin I/sin R എന്ന് പറഞ്ഞാൽ എന്താണ്? N2/N1 എന്ന് എടുക്കാം അല്ലെ, സ്നെൽസ് ലോ അനുസരിച്ച്. അല്ലെങ്കിൽ N നമുക്ക് C/V എന്ന് പറയാം. C എന്ന് വെച്ചാൽ വായു അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് എയർ ഇൻ വാക്വം എന്നാണ് പറയുന്നത്. ഈ വെലോസിറ്റി ഓഫ് എയർ ഇൻ വാക്വം അല്ലെങ്കിൽ ശൂന്യതയിലെ പ്രകാശത്തിന്റെ വേഗതയാണ്. അത് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്.
ബി എന്ന് വെച്ചാൽ മീഡിയത്തിലെ വസ്തുവിന്റെ പ്രകാശത്തിന്റെ പ്രവേഗമാണ്. അല്ലെങ്കിൽ നമുക്ക് n=v1/v2 എന്ന് എടുക്കാം. രണ്ട് മീഡിയം എടുത്താൽ ഇത് മീഡിയം 1 അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് മാധ്യമത്തിന്റെ എന്താണ് മാധ്യമത്തിന്റെ വേഗത എന്നും ഇതിനെ നമുക്ക് മാധ്യമം സെക്കൻഡിന്റെ വേഗത എന്നും പറയാം. ചിലപ്പോൾ ഈ ടേംസ് ഒക്കെ ചിലപ്പോൾ സയൻസ് പഠിക്കാത്ത കുട്ടികൾക്ക് ഫെമിലിയർ ആവണമെന്നില്ല. ജസ്റ്റ് ഒരു ഡിസ്കഷൻസ് പോലെ ഞാൻ പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകണമെന്നേ ഉള്ളൂ. അതിൽ ഓപ്ഷൻ എന്താണ് പറയുന്നത്? പ്രകാശരശ്മി ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അപവർത്തനം സംഭവിക്കാത്ത സാഹചര്യങ്ങൾ ഏതൊക്കെ? നമ്മൾ നേരത്തെ പറഞ്ഞു, മാധ്യമങ്ങളുടെ പ്രകാശ സാന്ദ്രത വ്യത്യാസമായ എന്താ സംഭവിക്കും? അപവർത്തനം സംഭവിക്കത്തില്ല. കാരണം മാധ്യമങ്ങളുടെ പ്രകാശ സാന്ദ്രത എന്താ സംഭവിക്കണം? തുല്യമായാൽ. മാധ്യമങ്ങളുടെ പ്രകാശ സാന്ദ്രത വ്യത്യാസമായാൽ മാത്രമേ അപവർത്തനം സംഭവിക്കൂ. ഇവിടെ തുല്യമായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കില്ല? അപവർത്തനം സംഭവിക്കില്ല. ഇങ്ങനെ ലൈറ്ററായി പോകും. രണ്ടെന്താണ് പറയുന്നത്? പ്രകാശരശ്മി മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ചാൽ ഇത് മീഡിയ, ഇത് ഒന്നാമത്തെ മാധ്യമമാണെങ്കിൽ രണ്ടാമത്തെ മാധ്യമമാണെങ്കിൽ ഇതാണ് വിഭജന തലം. ഞാൻ നേരത്തെ പറഞ്ഞ ലംബമായി പതിച്ചാൽ അപവർത്തനം സംഭവിക്കില്ല. മൂന്നാമത് എന്താ പറയുന്നത്? രണ്ട് മാധ്യമങ്ങൾക്കും ഒരേ അപവർത്തനാങ്കമാണെങ്കിൽ നോക്കി, രണ്ടിന്റെ സ്പീഡ് ഒന്നാണെങ്കിൽ ഇത് 1 ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കില്ല? ഈ പറഞ്ഞ കണക്ക് എന്താ സംഭവിക്കില്ല? രണ്ട് മാധ്യമങ്ങൾക്ക് ഒരേ അപവർത്തനാങ്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകാശ സാന്ദ്രത വ്യത്യാസമില്ലാത്ത മാധ്യമങ്ങൾ, ഇത് ജലമാണെങ്കിൽ ഈ പ്രകാശരശ്മി ഏതിൽ കൂടെ തന്നെ കടന്നു പോകും? ഇതും ജലമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അപവർത്തനം സംഭവിക്കില്ല. അപ്പോൾ ഈ 3 കേസിലും 3 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി 1, 2, 3 ഇവ എന്താണ് ശരിയാണ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ 77ാമത്തെ ക്വസ്റ്റ്യൻ ഒരു നല്ല ചോദ്യമായിരുന്നു. ഇനി എന്താണ് 78ാമത്തെ ചോദ്യം നോക്കാം. എന്താണ് 78ാമത്തെ ചോദ്യം? 78ാമത്തെ ചോദ്യം പറയുന്നത് ഇതാണ്: ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന ഒരു ഉപഗ്രഹത്തിന്റെ സ്ഥിതികോർജം E. ഇത് വളരെ ഒരു ടൈറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതൊരു ടൈറ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് പറയാൻ പറ്റും. ഇതൊരു +2 ലെവൽ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളതാണ് ഫിസിക്സിനകത്ത്, അല്ലെ? ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന ഒരു ഉപഗ്രഹത്തിന്റെ ഗതികോർജം, സ്ഥിതികോർജം എന്ന് പറയാണ്. സ്ഥിതികോർജം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മക്കളെ. സ്ഥിതികോർജം എന്ന് വെച്ചാൽ എന്താണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്. നമ്മളതിനെ കുറച്ചും കൂടെ ആധികാരികമായി പറയുന്നത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്നാണ് പറയുന്നത്. അതിന്റെ ഇക്വേഷൻ അവർ പറഞ്ഞിട്ടുണ്ട് -c എന്നാണ് പറയുന്നത്. അത് സ്ഥിതികോർജം +c എന്നാണ് പറയുന്നത്. അതേ കണക്ക് ആണെങ്കിൽ ഗതികോർജവും ആകെ ഊർജവും എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം, അല്ലെ? ഗതികോർജം എന്ന് വെച്ചാൽ എന്താണ്? +e ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കാണണം? ഗതികോർജം കാണണം. ഗതികോർജം എന്ന് വെച്ചാൽ എന്താണ്? കൈനറ്റിക് എനർജിയാണ്. പിന്നെന്താ കാണണം? ആകെ ഊർജം കാണണം. ആകെ ഊർജം എന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഈ കൈനറ്റിക് എനർജിയും ഈ പൊട്ടൻഷ്യൽ എനർജിയും നമ്മൾ കൂട്ടിയെടുക്കണം. സത്യം പറഞ്ഞാൽ നല്ല ടൈറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതങ്ങനെ എല്ലാവർക്കും ആൻസർ ചെയ്യാൻ കഴിയില്ല. നമ്മൾ ആദ്യം അതിന് മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പറയുന്ന ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന, എർത്തിന് ചുറ്റും റിവോൾവ് ചെയ്യപ്പെടുന്ന ഒരു സാറ്റലൈറ്റിനുണ്ടായിരിക്കുന്ന ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ഇതാണ്. ഞാൻ എഴുതിയാണ് പൊട്ടൻഷ്യൽ എനർജി. നിങ്ങളത് എന്താണ്? സ്ഥിതികോർജമാണെന്ന് എടുക്കണം കേട്ടോ. സ്ഥിതികോർജത്തിന്റെ ഇംഗ്ലീഷാണ് പൊട്ടൻഷ്യൽ എനർജി. എത്രയാണ്? നമുക്കറിയാം -gmm എന്താണ്? 6 ആണ്. നിങ്ങളിത് കേട്ട് ടെൻഷൻ ഒന്നും ആവണ്ട. സയൻസ് പഠിച്ചവർക്ക് അറിയാം. G എന്ന് വെച്ചാൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. ജിയുടെ വില എന്ന് വെച്ചാൽ എന്താണ്? 6.67 × 10⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ /kg² ആണ്. ഇതിന്റെ വില കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. ആരാണ്? കാവൻഡിഷ് എന്ന് പറയപ്പെടുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ഇതിന്റെ വില മൂല്യം നിർണ്ണയിച്ചിട്ടുള്ളത്. gmm/r ആണ്. തീർച്ചയായിട്ടും അറിയാലോ. നമ്മൾ ഇതിന്റെ ഗതികോർജത്തിന്റെ ഇക്വേഷനും അറിയാം. കൈനറ്റിക് എനർജി, ഭൂമിക്ക് ചുറ്റും ഈ പറഞ്ഞ പോലെ ട്രാവൽ ചെയ്യപ്പെടുന്ന എന്താണ്? ഒരു സാറ്റലൈറ്റിന്റെ ഗതികോർജം അല്ലെങ്കിൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? എന്താണെന്ന് വെച്ചാൽ +gmm എന്താണ്? 2r ആണ്. ഇത് രണ്ടുമാണ് ഇക്വേഷൻ. അപ്പോൾ ഓൾറെഡി അവരവിടെ പറയുകയാണ് E ആണെന്ന് പറയുകയാണ്. E എന്ന് വെച്ചാൽ എന്താണ്? നമുക്കിതിനെ ഇതാണ് E എന്ന് വെച്ചാൽ ഇവിടെ എന്താണ്? -e ആണ്. അപ്പോൾ നിങ്ങൾ നോക്കുക gmm/2r. അപ്പോൾ നമ്മൾ ഇതിന് പകരം എന്താ കൊടുക്കാം? നമ്മൾ ഇതിന് പകരം എന്താണ് കൊടുക്കുന്നത്? അതിന് പകരം നമ്മൾ E കൊടുക്കുകയാണെങ്കിൽ, അതിന് പകരം എന്താണ്? ഇത് -e കൊടുക്കുകയാണെങ്കിൽ എന്തായിട്ട് നമ്മൾ ആൻസർ -e/2 കിട്ടും. -e/2 കിട്ടും. നമ്മൾ ഇത് രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എത്രാമതാണ്? +e ആണ്. E/2 ആണ് കിട്ടുന്നത്, അല്ലെ? സോറി, E/2 ആണ് കിട്ടുന്നത്. ആൻസർ E-E/2 ആണ്. അപ്പോൾ പ്ലസ് ആവും. എത്ര കിട്ടും ആൻസർ? E/2 ആണ് കിട്ടുന്നത്. E/2 ആണ് കിട്ടുന്നത്. നമ്മൾ ഇത് മൈനസ് ചെയ്യണം.
ഈ അതായത് ഗതികോർജം E-2 മൈനസ്, അപ്പോൾ അത് പ്ലസ് ആവും, പ്ലസ് ഇ വരും അല്ലേ, പ്ലസ് E/2 വരും, മൈനസ് E/2, ഇതിന് മൈനസ് ചെയ്യണം, മൈനസ് എന്ന പ്ലസ് ചെയ്യണം, പ്ലസ് ഈ മൈനസ് ചെയ്യുമ്പോൾ എന്താ കിട്ടും, മൈനസ് കോമൺ എടുക്കണം. അപ്പോൾ നമുക്ക് എന്താ കിട്ടും, നിങ്ങൾ ആ ഒരു കാൽക്കുലേഷനിലും നിങ്ങൾ പോകേണ്ട കാര്യമില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കാനുള്ളത് ഇക്വേഷൻ അത്യാവശ്യം ടൈറ്റ് ലെവലാണ്. സ്ഥിതികോർജത്തിന്റെ ഇക്വേഷൻ -gm/r ആണ്, ഗതികോർജത്തിന്റെ ഇക്വേഷൻ gm/2r ആണ്. സോ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ അതിൽ പറഞ്ഞ് ഈയുടെ രീതിയിലാണ്, ഈയുടെ ടേംസിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഡയറക്റ്റ് അവർ പരാമർശിച്ചിട്ടില്ല. സോ ഈയുടെ ടേംസിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എന്താ പറയാൻ പറ്റും, അതുകൊണ്ട് ഓപ്ഷൻ ഏതാണ് അങ്ങനെ വരുന്നത്, ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഗതികോർജം -E/2ഉം ആകെ ഊർജം E/2ഉം. അപ്പോൾ ഓപ്ഷൻ ബി ആണ് വരുന്നത്. എന്താണ് വരുന്നത്, ഓപ്ഷൻ ബി ആണ് അവിടെ ആൻസർ വരുന്നത്. അപ്പോൾ നമ്മൾ എത്രാമത്തെ ചോദ്യമാണ്, 78ാമത്തെ ചോദ്യമാണ് ഡിസ്കസ് ചെയ്തത്. ഇനി 79ാമത്തെ ചോദ്യം വളരെ ഒരു സിമ്പിൾ ചോദ്യമായിരുന്നു അല്ലേ. 79ാമത്തെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ഒരു സിമ്പിൾ ചോദ്യമായിരുന്നു. അത് എല്ലാവർക്കും എഴുതാൻ പറ്റും. നമ്മൾ ഈ പീരിയോഡിക് ടേബിൾ അല്ലെ, ആവർത്തന പട്ടികയുടെ പിതാവ് മെൻഡലീഫ് ആണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ആരാണ്, ഹെൻറി മോസ്ലി ആണ്. ഈ ആവർത്തന പട്ടികയുടെ അടിസ്ഥാനം എന്താണ്, ആദ്യമായി ആവർത്തന പട്ടിക കണ്ടുപിടിച്ചത് ആരാണ്, ആദ്യം 79ാമത്തെ ചോദ്യമാണ്. ആദ്യമായി ആവർത്തന പട്ടിക അല്ലെ, നമ്മുടെ മൂലകങ്ങളെ കെമിസ്ട്രിയിൽ ക്രമീകരിച്ചിട്ടുള്ള ഒരു ടേബിളാണ് പീരിയോഡിക് ടേബിൾ. ആരാണ്, മെൻഡലീഫ് ആണ്, മെൻഡലീവ്. ഈ മെൻഡലീവ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിലാണ്. അറ്റോമിക് മാസ്. രണ്ടാമത് ആവർത്തന പട്ടിക ക്രമീകരിച്ചാണ് ആധുനിക ആവർത്തന പട്ടിക. ആധുനിക ആവർത്തന പട്ടിക എന്ന് വെച്ചാൽ മോഡേൺ പീരിയോഡിക് ടേബിൾ. ആരാണ്, മോസ്ലി ആണ്. ആരാണ്, മോസ്ലി എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അത് എന്തിന്റെ പേരിലാണ്, അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ്. അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഓപ്ഷൻ ഏതാണ് കറക്റ്റ് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ എ ആണ് പറയുന്നത് അല്ലേ. അതായത് മെൻഡലീവ് എന്ന് പറഞ്ഞാൽ അറ്റോമിക് മാസും, മോസ്ലി എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പറുമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി താഴെ പറയുന്നവർ ഏത് അയിരിനെയാണ് ശക്തമായി ചൂടാക്കി ലോഹം വേർതിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം, ശക്തമായി ഒരു കെമിസ്ട്രിയിലെ ലോഹങ്ങളുമായി ബന്ധപ്പെട്ട ഉരുകി ശക്തമായി ചൂടാക്കി ലോഹം വരുന്നത് സിന്നബർ ആണ് അല്ലെ. സിന്നബർ ആണ്. സിന്നബർ എന്ന് പറയുന്നത് എന്താണ്, സി, ഓപ്ഷൻ സി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇനിയുള്ള ഈ പറഞ്ഞ പോലെ അടുത്തടുത്ത ഡിഗ്രി പ്രിലിംസ് 10th പ്രിലിംസിൽ പോകുന്നവരൊക്കെ സയൻസ് പോർഷൻസ് എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നോക്കിയിട്ട് പോകണം. അത്യാവശ്യം ടൈറ്റ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്.